നാട്ടിലെ മുഴുവൻ ഇപ്പൊ MT വാസുദേവൻ നായർ ഇന്നലെ എന്താ പറഞ്ഞത്? പച്ചക്കല്ല് ഇരുത്തിയിട്ട് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ മനോഹരമായ മൂർച്ചയേറിയ വാക്കുകളിൽ താക്കീതാണ്, പൊതുസമൂഹത്തിന്റെ താക്കീതാണ് ആ മനുഷ്യൻ കൊടുത്തത്. പണ്ട് 33 വർഷം ബംഗാൾ ഭരിച്ച CPM നേതൃത്വത്തോട് ജ്ഞാനപീഠം പുരസ്കാരം നേടിയ മഹാശ്വേതാദേവി എന്നൊരു എഴുത്തുകാരി ഉണ്ടായിരുന്നു. അവരിതുപോലെ പറഞ്ഞു, ആ ഗവൺമെന്റിന് മുന്നറിയിപ്പ് കൊടുത്തു. കേരളത്തിൽ നോബൽ ജ്ഞാനപീഠ സമ്മാനിതനായ MT വാസുദേവൻ നായർ ഈ സർക്കാരിന് കൊടുത്ത താക്കീതാണ് ഇന്നലെ അദ്ദേഹം പറഞ്ഞത്. ഇവരുടെ അധികാരം, ഇവരുടെ ധാർഷ്ട്യം. ഇവിടെ KN ഖാദർ പറഞ്ഞില്ലേ, ഏത് കാരണഭൂതൻ തിരുവാതിരകളി, എന്തൊരു പാട്ടാണിത്! എന്തൊക്കെയാണ് ആ പാട്ടിൽ പറഞ്ഞിരിക്കുന്നത്? ഒരാൾ പറയുന്നത് ഇയാൾ സൂര്യനാണ്, അടുത്തു പോയാൽ കരിഞ്ഞു പോകും. വേറൊരാൾ കഴുകനാണ്, അത് കറക്റ്റാണ്, അതറിയാതെ ഉള്ളിൽ നിന്ന് വന്നാണ്. പിന്നെ ഫിനിക്സ് പക്ഷിയാണ്, പിന്നെ മരമാണ്. എന്തൊക്കെയാ പറയുന്നത്? ഇത് കേട്ട് ആസ്വദിച്ച് തലയാട്ടിയിരിക്കുകയാണ്. ഈ അടിമക്കൂട്ടങ്ങൾ മുഴുവൻ അദ്ദേഹത്തെ വ്യക്തിപൂജ നടത്തി ഇദ്ദേഹത്തെ ചെയ്യാണ്. മന്നവേന്ദ്ര വിളങ്ങുന്നു നിൻമുഖം ചന്ദ്രനെ പോലെ എന്ന് പാടിയ പഴയ രാജകൊട്ടാരത്തിലെ വിദൂഷകന്മാരെ പോലെ കുറെ മന്ത്രിമാര് കൂടെ ഇറങ്ങിയിരിക്കുകയാണ്. ഇത് ഭയങ്കര സംഭവമാണ് എന്ന് പറയാം. ഞങ്ങൾ നിഷ്കളങ്കരായ കുഞ്ഞു പണ്ട് വിളിച്ചത് പറഞ്ഞതുപോലെ ഈ രാജാവിനെ നോക്കി രാജാവ് നഗ്നനാണ് എന്ന് ഞങ്ങൾ ഉറക്കെ വിളിച്ചു പറയും. അതാണ് ഈ വിചാരണ സദസ്. ഭയപ്പെടുത്തുകയാണ്. ഇന്നൊരു പെൺകുട്ടിയെ നിലത്ത് വീണപ്പോൾ മുടിയിൽ ചവിട്ടിയാണ് ഒരു പോലീസുകാരൻ നിന്നത്. മുടിയിൽ ചവിട്ടി, ഷൂ വിട്ട് മുടിയിൽ ചവിട്ടി. ആ കുഞ്ഞിന് അനങ്ങാൻ കഴിയാത്ത രീതിയിൽ കണ്ണൂര്, കോഴിക്കോട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ശ്വാസം മുട്ടിച്ചു കൊല്ലാൻ നോക്കി ചെറുപ്പക്കാരനെ. ചെടിച്ചട്ടി വെച്ചും ഹെൽമറ്റ് വെച്ചും ഇരുമ്പ് വരി വെച്ചുകൊണ്ടും നമ്മുടെ കുട്ടികളെ ക്രൂരമായി മർദ്ദിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെ വെളുപ്പാങ്കാലത്ത് വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. ഇയാളാരാ? സ്റ്റാലിനോ? ഇത് സ്റ്റാലിന്റെ റഷ്യയല്ല, ഇത് ജനാധിപത്യ കേരളമാണ് എന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. ജനാധിപത്യ കേരളം, അതാണ് MT വാസുദേവൻ നായർ പറഞ്ഞത്. ഇത് ജനാധിപത്യ കേരളമാണ്. കേരളം ഇതിനോട് പ്രതികരിക്കും. ഈ അടിമക്കൂട്ടങ്ങൾ, ഈ വിധേയരും ചുറ്റും നടന്ന് അങ്ങാണ് വലിയാൾ എന്ന് പറയുന്നത് കേട്ട് നിങ്ങൾ ഇരിക്കുമ്പോൾ സാധാരണ ജനങ്ങൾ നിങ്ങളെക്കുറിച്ച് പറയുന്നത് എന്താണ് എന്ന് നിങ്ങൾ അറിയണം. ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ അഴിമതിക്കാരെ, ഈ കൊള്ളക്കാരെ, ഈ അധികാരത്തിന്റെ മത്ത് തലയ്ക്ക് പിടിച്ച, ഈ കെടുകാര്യസ്ഥത മുഖമുദ്രയാക്കിയ ഈ ഭരണകൂടത്തെ അധികാരത്തിന്റെ സിംഹാസനത്തിൽ നിന്നും താഴെ ഇറക്കുന്നതുവരെ വിശ്രമമില്ലാതെ പോരാടണം.